വീരഹനുമാൻ മെയ് 26 മുതൽ വൈകുന്നേരം 6 മണിക്ക്. ശരി, ഓക്കെ ഓക്കെ ഓക്കെടാ, ശരി. ഭാനു, നീ ഇതൊന്നും നല്ലതുപോലെ ആലോചിക്കേ, എന്നിട്ട് മറുപടി പറഞ്ഞാൽ മതി. ജയേഷിന്റെ ഭാഗത്തു നിന്നുണ്ടായതെല്ലാം തെറ്റ് തന്നെയാണെന്ന് അവൻ സമ്മതിച്ചല്ലോ. പിന്നെ ACPയുടെ മുൻപിൽ നീയും ജയേഷിനെ കുറിച്ച് ഒരു മോശം വാക്കും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്തുകൊണ്ട് വീണ്ടും നിങ്ങൾ തമ്മിലുള്ള വിവാഹകാര്യം ആലോചിച്ചുകൂടെയെന്ന് ACPയും അർജുനും ചോദിച്ചത്. നിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നീ മറ്റൊരു വിവാഹത്തിന് ഉടനെ ഒന്നും സമ്മതിക്കാൻ സാധ്യതയില്ല. ഇതുവരെ നടന്നത് വെച്ച് നോക്കുമ്പോ നീ ഇനി കല്യാണമേ വേണ്ടെന്ന് തീരുമാനിക്കാനും സാധ്യതയുണ്ട്. ഭാനു, സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. നിന്നെ പറ്റിക്കാൻ വേണ്ടി ഒരു തമാശയ്ക്കാണ് ജയേഷ് നിന്റെ വീഡിയോ എടുത്തതെന്ന് ACPയോടും അർജുനോടും അവൻ സമ്മതിച്ചു കഴിഞ്ഞു. ഇപ്പോഴും നിന്നെ അവൻ ഇഷ്ടമാണെന്നും പറഞ്ഞു. ഇപ്പോ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് ജയേഷ് അല്ലാന്ന് നീ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അവനും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതിനർത്ഥം നിനക്കിപ്പോഴും അവനിലെ ചില നല്ല ഗുണങ്ങൾ ഇഷ്ടമാണെന്നല്ലേ? ഭാനു, നിന്റെ മനസ്സിൽ എന്താണെങ്കിലും നിനക്കെന്നോട് പറയാം. ഒരിക്കലും നിനക്കിഷ്ടല്ലാതെ ഞാൻ ഈ കല്യാണത്തിന് നിർബന്ധിക്കില്ല. നിനക്കൊരു ഭർത്താവിനെ കിട്ടാനോ ജയേഷിന് മറ്റൊരു പെൺകുട്ടിയെ ഭാര്യയെ കിട്ടാനോ വലിയ പ്രയാസമൊന്നുമില്ല. എന്നാലും നിങ്ങളുടെ അഭിപ്രായം അറിയണമല്ലോ. ഭാവന, എന്തുവാ നീ ഇവളെ നിർബന്ധിപ്പിക്കുകയൊന്നും വേണ്ട. മാത്രമല്ല, എനിക്ക് ഈ ബന്ധത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഇവൾക്ക് അവനെ തന്നെ മതിയെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ എതിർക്കുന്നില്ല എന്നേ ഉള്ളൂ. ഭാനു, നീ എന്തോന്നും പറയാത്തെ? അമ്മ പറഞ്ഞത് കേട്ടല്ലോ. ഇവിടെ നിന്റെ തീരുമാനത്തിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവും. അല്ലാതെ നിന്നെക്കൊണ്ട് ഒരിക്കലും നിർബന്ധിച്ച് ഈ കല്യാണത്തിന് സമ്മതിപ്പിക്കില്ല. ഭാമയുടെ അവസ്ഥ നിനക്കറിയാലോ. നിന്നെ ആ കുടുംബത്തിട്ട് പന്ത് തട്ടി കളിക്കുന്ന പോലെ തട്ടി കളിക്കാനൊന്നും ഞാൻ നിന്നെ വിട്ടുകൊടുക്കത്തില്ല. അമ്മ എന്തായി പറയുന്നേ? ഭാനു വെറും കൈയോടെ നല്ലല്ലോ അങ്ങോട്ടേക്ക് പോകുന്നേ. ഇന്ന് കോടികളുടെ ആസ്തി ഉള്ളവളാ. ഇവിടെ പണമല്ലല്ലോ വിഷയം, ഈ കുത്തുവാക്കുകളല്ലേ. ഭാനുവിന്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അമ്മേ. ഇവൾക്ക് ആ വീട്ടിൽ കയറി ഇരിക്കാനൊന്നും സമയം ഉണ്ടാവില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇനി എത്ര വർഷത്തെ പഠിപ്പാ ഇവൾക്കുള്ളത്? അതുകൊണ്ട് മറ്റു വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. ഭാനു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ ബന്ധമായാലും മറ്റൊരു ബന്ധമായാലും കൂടിയാൽ 1 വർഷം, അതിനുള്ളിൽ നിന്റെ കല്യാണം നടന്നിരിക്കും. ഇതെന്റെ ആഗ്രഹം മാത്രമല്ല, തീരുമാനം കൂടിയാ. മറ്റൊരു ബന്ധത്തിനൊന്നും എനിക്ക് പറ്റില്ല. കണ്ടോ അമ്മേ, അപ്പൊ ഇവൾക്ക് ഇപ്പോഴും ജയേഷിനെ തന്നെയാ ഇഷ്ടം. മതി, ഇത്രയും കേട്ടാ മതി. ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. നാളെ തന്നെ മോഹനമാമനോട് പോയി സംസാരിക്കാനാ തീരുമാനം.
നിനക്ക് എതിരഭിപ്രായമൊന്നുമില്ലല്ലോ? ഇല്ല ചേച്ചി. എന്നാ മോളിച്ചല്ലേ. അമ്മേ, നോക്കമ്മേ, എല്ലാം ഉടനെ ശരിയാവും. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. മാനസ, മാനസ, എന്താ? എനിക്ക് ഈ തറയിലെ തണുപ്പ് തീരെ പിടിക്കുന്നില്ല. ഞാനേ ഈ സൈഡിൽ എവിടെയെങ്കിലും കിടന്നോളാം. അങ്ങനെ ഇപ്പൊ വേണ്ട, അവിടെ തന്നെ കിടന്നാ മതി. പ്ലീസ് മാനസ. എടോ, ഞാൻ ശല്യം ചെയ്യാനൊന്നും വരില്ല. ദേ, ഞാൻ വിവാഹം കഴിക്കാനൊക്കെ സമ്മതിച്ചൊക്കെ നേര് തന്നെയാ. എന്ന് കരുതി തൽക്കാലം അമിത സ്വാതന്ത്ര്യമൊന്നും വേണ്ട. ഇത് ക്രൂരതയാ മാനസ. ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയത്. നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ഇതിലും ഭേദം ആ സെറ്റിൽ പോയി കിടക്കുന്നതായിരുന്നു. എന്നാ ചെല്ല്, പോയി കിടക്ക. ഞാൻ പോവും. പോവാനല്ലേ പറഞ്ഞേ? പോ. പോവാ. അല്ലേ, എന്റെ അടുത്താ കളി. പിന്നെ പോകുന്നൊക്കെ കൊള്ളാം. ഈ മുറിയിൽ ഞാൻ പിന്നെ കേട്ടിട്ടില്ല. വേണ്ട, ഞാൻ പുറത്ത് കിടന്നോളാം. ഓ, വീണ്ടും ഇവിടെ ഉള്ളവരെ കൊണ്ട് പറയിപ്പിക്കാനല്ലേ? പറയട്ടെ. എന്നാലും ഞാൻ പുറത്തേക്ക് കിടക്കുള്ളൂ. എന്റെ അടുത്ത്. ഈശ്വര, ഇനി എല്ലാരെ കൊണ്ടും പറയിപ്പിക്കൂ. എടോ, അല്ലെങ്കിൽ താൻ പോണ്ട. താനിപ്പോ പോണ്ട, താനോട് കിടക്ക്. ഇല്ല, ഞാൻ പുറത്തേക്ക് കിടന്നോളാം. വേണ്ട, ഞാൻ ഇവിടെ കിടക്കുന്നില്ല. പറയുന്നത് കേക്ക്, പോണ്ട. വിട്, വിട് മനസ്സ്, വിട്. വലിക്കല്ലേ, വിട്. പറയട്ടെ, ഞാൻ അവിടെ പോയി സോഫയിൽ കിടന്നോളാം. ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. വിട്, വേണ്ട, ഞാൻ അവിടെ പുറത്ത് കിടന്നോളാം. അവിടെ കിടക്ക്, അവിടെ കിടക്ക. പറയല്ല, എനിക്കയ്യ, ഞാൻ പോവാ. കേക്ക്, ഇങ്ങോട്ട് വരാൻ. ഒന്നല്ല അച്ഛാ, ഞാനേ ഒരു തമാശ പറഞ്ഞപ്പോ സുനിലേട്ട തുടങ്ങി പോവാൻ നോക്കിയതാ. ഇങ്ങോട്ട് വാ സുനിലേട്ടാ, അകത്തോട്ട് കേറ്. ശരിക്കും ഇപ്പോഴും ഇവര് തമ്മിൽ ഉടക്കിലാണെന്നാ എനിക്ക് തോന്നുന്നത്. ഉടക്കിലാണെങ്കിൽ പിന്നെ എന്തിനാ അവൾ അവനെ അകത്തോട്ട് പിടിച്ചോട്ട് പോയത്? അതാ എനിക്ക് മനസ്സിലാകത്തെ. എന്തെങ്കിലും ആവട്ടെ, നമുക്കെന്താ? ഏട്ടൻ വാ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ, നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ എന്ത് ചെയ്യാനാ പോകുന്നേ? ഇവിടെ കിടക്ക്. ബെഡ്ഷീറ്റ്